നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തുണ്ടാകുന്ന മലയാളികളുടെ മരണങ്ങൾ, കൊലപാതകവും അല്ലാത്തതുമായിട്ടുള്ള മരണങ്ങൾ ഏറെ വേദനിപ്പിക്കുന്നതാണ്. സ്വന്തം വീട്ടുകാരെ പോലും കാണാൻ കഴിയാതെ അവസാനം ഒരു നോക്ക് അവരെ കണ്ടിട്ട് മരിക്കാൻ പോലുമുള്ള ഭാഗ്യം ലഭിക്കാതെ വീട്ടുകാർക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ഒക്കെ തന്നെ അഹോരാത്രം പണിയെടുക്കുന്ന പ്രവാസികൾ, അവരുടെ മരണം അകാലത്തിൽ വിടവാങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടിയല്ലാതെ ആ വാർത്തകളൊന്നും കേൾക്കാനോ കാണാനോ സാധിക്കുകയില്ല. ഏറ്റവും ഒടുവിൽ കുവൈറ്റിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കുത്തിമരിച്ചു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ വന്നത്. എന്നാൽ പിന്നീടാണ് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന വിവരം പുറത്തുവന്നത്. എന്തിനാണ് എന്നറിയില്ല. സാമ്പത്തികപരമായി വളരെ മുൻപന്തിയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ജീവിതം പറിച്ചു നടാനായി തീരുമാനിച്ചിരുന്ന ഈ ദമ്പതികൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. മൂന്നാമതൊരാൾ ഇവരുടെ ബന്ധത്തിലേക്ക് ഇടപെട്ടിരുന്നോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ്. എന്നാൽ ഇപ്പോഴിതാ എല്ലാവരെയും ഒന്നുകൂടി ഭയത്തിലാക്കുന്ന, ആശങ്കയിലാക്കുന്ന, പ്രവാസ ലോകത്ത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്ന, ജോലി ചെയ്യുന്ന നിരവധി പെൺകുട്ടികൾ നമുക്കുണ്ട്, നിരവധി സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഇപ്പോഴതാ അവരെയൊക്കെ തന്നെ പേടിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മലയാളി യുവതിയെ ദുബായിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിതുര ബോണക്കാട് സ്വദേശിനി ആനിമോൾ ഗിൽഡ എന്ന 26 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് കൊല നടത്തിയത് എന്നാണ് സംശയിക്കുന്നത്. ആദ്യം മരിച്ച നിലയിലായിരുന്നു എന്നാണ് പറഞ്ഞത്, ആത്മഹത്യയായിരുന്നു എന്നാണ് ആദ്യം കരുതിയിരുന്നുവെങ്കിലും പിന്നീടാണ് ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാകുന്നത്. കഴുത്തിലൊക്കെ തന്നെ ആഴത്തിലുള്ള മുറിവുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട് നടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്, പക്ഷെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും കൂടെ ഉണ്ടായിരുന്ന ഒരു ആൺ സുഹൃത്തിനോടൊപ്പമാണ് ഈ കുട്ടി ദുബായിൽ കഴിഞ്ഞിരുന്നത്, ഫ്ളാറ്റിൽ കഴിഞ്ഞിരുന്നത്. എന്തായാലും ഇയാൾ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ വിമാനത്താവളത്തിൽ വെച്ച് ഇയാളെ പിടികൂടി എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പ്രതിയെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദുബായ് കരാമയിൽ ഈ മാസം 4-നായിരുന്നു സംഭവം നടന്നത്. ദുബായിലെ ഒരു കമ്പനിയിൽ ജീവനക്കാരിയായിരുന്നു ആനിമോൾ. കൊലപാതകത്തിന്റെ കാരണവും കൂടുതൽ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി സാമൂഹിക പ്രവർത്തകൻ സലാം പാപ്പിനിശ്ശേരി, അതുപോലെ തന്നെ ഇൻകാസ് യൂത്ത് വിംഗ് ഭാരവാഹികളും ദുബായ് ഘടകം ഭാരവാഹികൾ എല്ലാവരും ചേർന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അത് വളരെ 26 വയസ്സ് മാത്രമാണ് പ്രായം. വളരെ ആത്മവിശ്വാസത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി നാട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിയതാണ്. സ്വന്തം അമ്മയും അച്ഛനെയും ഒക്കെ തന്നെ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ കുറിച്ച് വീട്ടുകാർക്ക് എന്തെങ്കിലും അറിയാമോ ഇല്ലയോ എന്നൊന്നും അറിയുകയില്ല. എന്തായാലും പ്രവാസ ലോകത്ത് ഇത്തരത്തിലൊരു കൊലപാതകം തിരുവനന്തപുരം വിതുരയിലെ ബോണക്കാടിലാണ്. ബോണക്കാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം വളരെ ഗ്രാമപ്രദേശങ്ങളാണ്. അപ്പോൾ ഈ ഗ്രാമപ്രദേശത്തിൽ നിന്നും തന്നെ ഒരു പെൺകുട്ടി ദുബായിൽ ഇത്തരത്തിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാര്യമൊക്കെ തന്നെ വളരെ ആത്മാഭിമാനവും അതുപോലെ തന്നെ മറ്റുള്ള പെൺകുട്ടികൾക്ക് കൂടി ഒരു മാതൃകയാകേണ്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇത്തരം ഒരു കൊലപാതകം സംഭവിക്കുന്നു. ഒരു ആൺസുഹൃത്ത് കൂടെ ജീവിക്കുന്നു. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചതെന്ന് വീട്ടുകാർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുകയാണ്. എന്തായാലും ദുബായിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതൊരു പ്രവാസിയുടെ മരണം തന്നെയാണ്. ഈ ദുബായിൽ ശ്വാസകോശ രോഗത്തെ തുടർന്ന് യുവാവ് ദുബായിൽ മരിച്ചു എന്ന വാർത്തയാണ്. കണ്ണൻ ദേവൻ കമ്പനി റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ മഹേഷിന്റെയും അതുപോലെ തന്നെ ഡേറ്റ ഹൈറേഞ്ച് ആശുപത്രി ജീവനക്കാരി ഫ്രീഡയുടെയും മകൻ സാം മഹേഷാണ് മരിച്ചത്. 33 വയസ്സായിരുന്നു പ്രായം. പക്ഷേ ശ്വാസകോശത്തെ തുടർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടി വരികയാണ്. മറ്റൊരു വാർത്ത, പ്രവാസി ഇന്ത്യക്കാരൻ അൽക്കോബാറിൽ അന്തരിച്ചു. തമിഴ്നാട് സ്വദേശിയായ സുന്ദർ രാമരാജൻ എന്ന 54 വയസ്സുകാരനാണ് ഹൃദയാഘാതത്തിന് തുടർന്ന് മരിച്ചത്. ഹൃദയത്തിനും കിഡ്നിക്കും ഉണ്ടായ തകരാറിനെ തുടർന്നാണ് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ആക്രിബയിലെ കിങ് ഫഹദ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. അൽക്കോബാറിലെ സൗദി പൗരന്റെ ഹൌസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. അൽക്കോബാർ KMCC പ്രസിഡന്റ് ഇക്ബാൽ ആനമങ്ങാടും KMCC വെൽഫെയർ വിംഗ് ചെയർമാൻ ഹുസൈൻ ഹംസ നിലമ്പൂരും ചേർന്ന് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇന്നലെ വൈകിട്ട് ദമാം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. സംസ്കാരം പിന്നീട് നാട്ടിൽ നടക്കുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ വേദനാജനകമായ വാർത്തകൾ തന്നെയാണ് പ്രവാസ ലോകത്തു നിന്നും വരുന്നത്. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.